ഹലോ ഫ്രണ്ട്സ്, സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധിക പറയാണ്, ആ മോൻ എത്തിയോ? അതിന് അമ്മയ്ക്ക് തന്നെ അറിയാമോ? അറിയാതെ പിന്നെ കെവിനല്ലേ? എനിക്കറിയാം, ഞാൻ ദേവികയുടെയും ശാരികയുടെയും അമ്മ രാധിക. മോൻ ഇരിക്ക്, ഞാൻ ചായ കൊണ്ടുവരാം. ദേവിക സിദ്ധാർത്ഥിനോട് രഹസ്യമായി പറയാണ്, അച്ഛൻ പേടിക്കാതിരിക്ക്, എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അമ്മയും എല്ലാവരും ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. രാധിക പറയാണ്, മോളെ കെവിൻ വന്നിട്ടുണ്ട് കേട്ടോ. ദേവിക, ആ ശരി അമ്മേ, ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. കെവിനുമായുള്ള സംഭാഷണമാണ് കാണിക്കുന്നത്. മാധവൻ പറയാണ്, കെവിനെ എന്തൊക്കെയുണ്ട്? കുറേയായി കണ്ടിട്ട്. കെവിൻ, അല്ല എന്നെ ദേവിക എന്തിനാ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? മാധവൻ, അതെ, വിളിച്ചു വരുത്തിയതിൻ്റെ കാര്യമൊക്കെ പറയാം. ഇത് കേട്ട ദേവിക പറയാണ്, കെവിൻ ഇതുവരെയും വിവാഹം കഴിച്ചില്ലേ? കെവിൻ, ഇല്ല, കഴിച്ചില്ല. എന്താ കഴിക്കാൻ? എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഇതുവരെ കഴിച്ചില്ല. കെവിൻ മനസ്സിൽ വിചാരിക്കുകയാണ്, ഈ സമയം ശാരിക എവിടെയായിരിക്കും? മാധവൻ, ഏയ് നീ ധൃതിപ്പെടല്ലേ, ഞാനൊരു സെക്യൂരിറ്റി ജോലി ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പിന്നെ മോൾ MLA ആയതിനു ശേഷം ആ ഉടമസ്ഥൻ എന്നെ ആ വേഷം അണിയിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അറിയാലോ, ഞങ്ങളുടെയെല്ലാം ദേവിക മോൾ വഴി കെവിൻ അറിയാമായിരിക്കും എൻ്റെ രണ്ടാമത്തെ മകൾ ശാരികയെക്കുറിച്ച്. അവൾക്ക് വിവാഹം ആലോചിച്ചതാണ്, പക്ഷേ അവൾ അത് വേണ്ട എന്ന് വെച്ചു. ശാരിക അണിഞ്ഞൊരുങ്ങി ചായയുമായി വരുന്നു. ദേവിക പറയാണ്, ശാരികയെ അറിയില്ലേ? കെവിൻ, ആ അറിയാം, ദേവികയുടെ അനിയത്തിയല്ലേ? ദേവിക, ഓ അങ്ങനെ മാത്രമേ അറിയത്തുള്ളൂ? ശാരിക, അങ്ങനെ അറിയാം ചേച്ചി, ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ്. ഇത് കേട്ട ദേവിക ദേഷ്യത്തോടെ പറയാണ്, ഞാൻ നിന്നോടല്ല ചോദിച്ചത്, ഞാൻ കെവിനോടാ ചോദിച്ചത്. ശാരിക, കെവിൻ ചേട്ടാ എല്ലാം പറഞ്ഞോ? ഞാനിവിടെ കെവിൻ ചേട്ടന് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇത് കേട്ട ദേവിക പറയാണ്, ദേ കെവിനെ മാത്രമേ കല്യാണം കഴിക്കത്തുള്ളൂ എന്നും അല്ലെങ്കിൽ കെവിൻ്റെ കൂടെ ചാടിപ്പോരുമെന്നൊക്കെ പറഞ്ഞ് ഒറ്റ വാശിയായിരുന്നു അവൾക്ക്. ഇന്നലെയാണ് അവൾ ഈ രഹസ്യം ഞങ്ങളോട് പറഞ്ഞത്. കെവിനെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞങ്ങൾക്ക് ഈ വിവാഹത്തിനോട് പൂർണ്ണ സമ്മതമാണ്. രാധിക പറയാണ്, അല്ല കെവിൻ മോനെ, എത്ര പ്രായമുണ്ട്? ദേവിക, ഇനിയിപ്പോൾ അതൊന്നും ഇവിടെ പ്രസക്തിയില്ലല്ലോ അമ്മേ. സ്നേഹിക്കുന്നവർ തമ്മിൽ പിരിക്കേണ്ട, ഇവരുടെ ഇഷ്ടം നടന്നോട്ടെ. കെവിൻ പറയാണ്, എന്നാലും ഇങ്ങനെ അനുകൂലമായിട്ടുള്ള ഒരു കാര്യത്തിനാണ് വിളിച്ചു വരുത്തതെന്ന് വിചാരിച്ചില്ല. ദേവിക, ഓ കെവിൻ എന്താ പേടിച്ചു പോയോ? കെവിൻ, ഏയ് പേടിയൊന്നുമില്ല, പക്ഷെ എന്നാലും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായി പോയി. മാധവൻ, എന്തായാലും നന്ദൻ മുൻ മിസ്സിംഗ് ആണ്. ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു പെണ്ണുകാണൽ ചടങ്ങ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല മോനെ. പക്ഷേ എന്നാലും മോൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും സമ്മതമാണെങ്കിൽ മാത്രമേ വിവാഹം കഴിക്കാൻ ഞങ്ങൾക്കും താല്പര്യമുള്ളൂ. ശാരിക പറയാണ്, പപ്പയും അമ്മയൊക്കെ സമ്മതിക്കും. ഇത് കേട്ട രാധിക ദേഷ്യത്തോടെ സംസാരിക്കുകയാണ്, നീ മിണ്ടാതിരിക്കവളെ. കെവിൻ, മമ്മിയെയും പപ്പയെയും ഞാൻ സമ്മതിച്ചോളാം. മാധവൻ, എങ്കിൽ ശരി, നമുക്ക് പെട്ടെന്ന് തന്നെ വിവാഹം നടത്താം. ശാരിക മോൾക്കും പ്രായമേറി വരുമല്ലോ. അടുത്ത രംഗത്തിൽ പ്രകാശനും ഗിരീഷും തമ്മിലുള്ള തർക്കത്തെ പറ്റിയാണ് കാണിക്കുന്നത്. പലഹാരങ്ങളുമായി പ്രകാശ് രജനിയുടെ വീട്ടിലെത്തുന്നുണ്ട്. അപ്പച്ചി പറയാണ്, എന്താ പ്രകാശ് ഇങ്ങനെ നോക്കുന്നേ? വീണ്ടും ഇവൻ വന്നു എന്നാണോ? പ്രകാശ്, അല്ല അപ്പച്ചി, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞത് പരോൾ കഴിഞ്ഞ് പോകുന്നു എന്നല്ലേ, പക്ഷെ ഇപ്പോൾ എന്തു പറ്റി? അപ്പച്ചി, ഏയ് ഞാൻ പോയിട്ടില്ല, ഇനിയും ഒരുപാട് സമയമുണ്ട്. പ്രകാശ്, ഓ അതുവരെ ചോദിച്ചു പോയതാണ്. ഇതേ രജനി ചേച്ചികളെ കുറിച്ച് സ്വീറ്റ്സ് ആണ്. സന്തോഷ വാർത്ത അറിഞ്ഞിട്ടും ഒന്നും തന്നില്ലല്ലോ. ഈ സമയം അവിടേക്ക് ഗിരീശൻ വരുന്നു. പ്രകാശ് പറയാണ്, ദാ ഗിരീഷ, ഇതെങ്ങ് പിടിച്ചേ. ഗിരീശൻ, എന്താ അത്? പ്രകാശ് പറയാണ്, കുറച്ച് സ്വീറ്റ്സാ. രജനി ചേച്ചി അമ്മയാകാൻ പോവുകയല്ലേ, അപ്പോൾ ഞാനൊന്നും തന്നില്ലെന്ന് വേണ്ടല്ലോ. ഇത് കേട്ട് ഗിരീഷ് പറയാണ്, ഇതൊക്കെ എവിടെ ഇരിക്കട്ടെ, നീ എന്താ ചന്ദ്രത്തിൽ പോയിട്ട് ഓരോന്ന് പറഞ്ഞു പിടിപ്പിച്ചത്? പ്രകാശ്, എന്തു പറയാൻ? ഇത് കേട്ട ഗിരീശൻ പറയാണ്, അരുന്ധതിയെക്കുറിച്ച് അവരോട് എന്തൊക്കെയോ പറഞ്ഞു എന്ന് കേട്ടു. എല്ലാവരും തെറ്റിദ്ധാരണ വരുത്തുകയാണോ നീ? പ്രകാശ്, ഗിരീഷേട്ടാ ഒന്ന് പതുക്കെ പറയൂ, രജനി ചേച്ചി കേൾക്കും. ഇത് കേട്ട് ഗിരീശൻ പറയാണ്, രജനിക്ക് എല്ലാം അറിയാം. പ്രകാശ്, എങ്കിൽ പിന്നെ ഞാൻ പറയാം. അരുന്ധതിയാണ് എല്ലാത്തിനും പുറകിൽ. മീരയുടെ കൊലപാതകത്തിന് പുറകിലും അരുന്ധതി തന്നെയാണ്. ഇത് കേട്ട് ഗിരീശൻ ദേഷ്യത്തോടെ പറയാണ്, ദാ പോയെ പ്രകാശിനെ ഇറക്കി വിടുകയാണ്. പ്രകാശ് പറയാണ്, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല. പ്രകാശ് അവിടെ നിന്ന് പോകുന്നു. അവസാന രംഗത്തിൽ ദേവിക പറയാണ്, എന്താ കെവിന് ഇപ്പോൾ സന്തോഷമായോ? കെവിൻ പറയാണ്, ഒത്തിരി സന്തോഷമായി എന്ന് പറയുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക.